ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂടി ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ തീരെ ഷോർട്ടാണ്, നല്ല കേൾസുള്ള ഹെയറാണ്. നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നേരത്തെ ഒരു വർഷത്തോളമായി, 6 മാസത്തിന് കൂടുതലായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിട്ട്. അന്ന് ഒരുപാട് മോശമായിട്ടുള്ള ഹെയർ ആയിരുന്നു. ഒരുപാട് മോശമെന്ന് പറയുമ്പോൾ തീരെ തിന്നായിരുന്നു ഹെയർ, ഫ്രിസി ആയിരുന്നു, നല്ല ഡ്രൈനെസ് ഉള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ ഹെയർ നമ്മളത് ചെയ്തതിന് ശേഷം, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതിന് ശേഷം ചെയ്ത ഹെയർ നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ആ ഹെയറിന് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ കിളിർത്ത് വന്നിട്ടുള്ള ഹെയർ ഒരു 50% കേൾസ് കുറഞ്ഞിട്ടാണ് കിളിർക്കുന്നത്. അപ്പോൾ അത് കിളിർത്ത് വന്ന ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ റൂട്ട് ടച്ച് കൊടുത്തിട്ട് പിന്നെ കെരാറ്റിനും കൊടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്, നമ്മൾ ആ കട്ട് ചെയ്ത രീതി തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഹെയർ നമ്മളൊന്ന് ഷോർട്ട് ആക്കിക്കൊണ്ടാണ് അതിനകത്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത്. അത്രയും ലെങ്ത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഷോർട്ടാക്കി. അപ്പോൾ നല്ല തിക്കുള്ള ഹെയറായിട്ട് കിട്ടി. അതിനകത്ത് നമ്മൾ ഹൈലൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിക്ക് തന്നെ ഇരിക്കുക ഹെയർ. അതും എല്ലാവരുടെയും ഹെയർ അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കുക. ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് ആദ്യത്തെ ഹെയർ. അപ്പം നല്ല കേൾസുള്ള ഹെയറാണ്, ഷോർട്ടാണ് ഹെയർ. അപ്പം ഇത് കെട്ടി വെക്കുമ്പോഴും ഒരു ഭംഗിയില്ല, അഴിച്ചിട്ടുമ്പോഴും ഭംഗിയില്ല, ഒരു രീതിയിലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇതിന് ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ നമ്മൾ ചെയ്തത്, ക്രൗൺ ഏരിയയിൽ നിന്നുള്ള കുറേ ഷോർട്ട് ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഹെയർ കട്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് ഫേസിന് നല്ല ഭംഗി കിട്ടും. ആ ഒരു രീതി നമ്മൾ കട്ട് ചെയ്തതല്ല. അപ്പം താഴോട്ടുള്ള ലെങ്ത് അത്രയും തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 6 മാസമൊക്കെ ആകുമ്പോൾ ഇതിന് റൂട്ട് ടച്ച് ചെയ്യാൻ വരുന്ന സമയത്തേക്ക് ഒരു 6 ഇഞ്ച് ലെങ്ത് വെക്കുകയും ചെയ്യും. ഈ തിക്നെസ്സിൽ തന്നെ നമുക്ക് ഹെയർ വളർത്തിയെടുക്കാനും പറ്റും. വേണമെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ടാക്കണമെങ്കിൽ നമുക്ക് ഷോർട്ടാക്കുകയും ചെയ്യാൻ പറ്റും. ക്രൗൺ ഏരിയയൊക്കെ നല്ല ഭംഗിയായി. ഇത് രണ്ടാമത്തെ ഹെയർ 6 മാസത്തിന് മുകളിലായി ഇപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തത്. അപ്പോൾ ഈ ഹെയർ അന്ന് നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയറും നല്ല കേൾസുള്ള ഹെയറായിരുന്നു. അപ്പോൾ ഈ ഹെയറിൻ്റെ ഇപ്പം 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് കിളിച്ച് വന്നത് അത്രയും കേൾസ് ഇല്ലാതെ ഇപ്പോൾ കിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് നമ്മൾ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ചെയ്ത രീതിയിൽ തന്നെ കുറച്ചൊന്ന് ഷോർട്ടാക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിന് കെരാറ്റിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. അതുപോലെ ഇനി 6 മാസം ആകുമ്പോഴേ ഇത് റൂട്ട് ടച്ച് ചെയ്യും. ചിലപ്പോൾ 6 മാസത്തിൽ കൂടുതലാവും ഇനി അടുത്ത റൂട്ട് ടച്ചിന് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന ഹെയറെല്ലാം അന്ന് ചെയ്തിട്ട് പോയത് വീണ്ടും കാണിക്കുന്നത്, നമ്മുടെ ഹെയറിന് ചെയ്തിട്ട് പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും സംശയം കാണുമല്ലോ, ചെയ്ത ഹെയർ മോശമായി പോവുമോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൂട്ട് ടച്ച് ചെയ്യുന്നതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ഇപ്പോൾ ഇടുന്നത്. ഇത് മൂന്നാമത്തെ ഹെയർ നമ്മൾ ഇതിനെ നന്നായിട്ട് ഷോർട്ടാക്കണമെന്ന് പറഞ്ഞ ഹെയർ. അതുപോലെ നല്ലതായിട്ട് ഷോർട്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഷോർട്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഉടനെ നല്ല തിക്കായിട്ട് തന്നെ ആയിരിക്കും പിന്നെ കിളിർത്ത് വരുന്നത്. അപ്പം ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ അത് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഹൈലൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈലൈറ്റും കൂടെ ചെയ്തപ്പോഴത്തേക്ക് നല്ല ഭംഗിക്ക് തന്നെ കിട്ടി ഹെയർ. ഇനി ഇത് 6 മാസം ആകുമ്പോൾ നമ്മൾ റൂട്ട് ടച്ച് കൊടുക്കുന്ന സമയത്തും ഈ ഒരു തിക്നെസ്സോടെ തന്നെ നമുക്ക് താഴോട്ട് ഹെയർ കിട്ടും. നന്നായിട്ട് ഷോർട്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ് നമുക്ക് ഹെയറിന്. അത് ഹെയർ നമുക്ക് അഴിച്ചിടുകയും കെട്ടി വെക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു തിക്കായിട്ട് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിളിർത്ത് ഇറങ്ങുകയും ചെയ്യും. ലെങ്ത് വേണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ലെങ്ത് വെപ്പിക്കാനും പറ്റും. അതെല്ലാം ഷോർട്ടാക്കണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഷോർട്ടാക്കി ഇടാനും പറ്റും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ, ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.